എൻ്റെ പേര് ലിജി ബാബു, മുണ്ടൂര്. എനിക്ക് ഒരു 8-9 കൊല്ലമായിട്ട് കൈ ഭയങ്കര തരിപ്പും വേദനയായിരുന്നു. ആയുർവേദ മരുന്നുകളൊക്കെ കഴിച്ചിരുന്നു, പക്ഷേ കുറവുണ്ടായിരുന്നില്ല. 2 കൊല്ലമായിട്ട് ഞാൻ സ്ഥിരമായിട്ട് അത്ഭുത ജപമാല എല്ലാ ചൊവ്വാഴ്ചയും കാണും. പിന്നെ 90 ദിവസം അത്ഭുത ജപമാല കണ്ടു, 33 ദിവസം അത്ഭുത ജപമാല കണ്ട് പ്രാർത്ഥിച്ചിരുന്നു. അപ്പോൾ ചില അത്ഭുത ജപമാലിൽ അച്ഛൻ വിളിച്ച് പറയാറുണ്ട്, കൈ തരിപ്പുള്ളവരെ പ്രാർത്ഥിച്ചോ ദൈവം സൗഖ്യപ്പെടുത്തുന്നു. അപ്പോൾ ഞാൻ ആമയെന്ന് പറഞ്ഞ് സ്വീകരിക്കാറുണ്ട്. ഇപ്പോൾ അത് എനിക്കങ്ങനെ പ്രത്യക്ഷതൊന്നും ഉണ്ടായിരുന്നില്ല. ഈ കഴിഞ്ഞ മാസം അതുപോലെ തന്നെ ഈ വേദന പിന്നെയും വന്നു. അപ്പോഴാണ് ഈ വേദന എൻ്റെ കയ്യിൽ നിന്ന് പോയി എന്ന് മനസ്സിലായത്. ഞാൻ എല്ലാ ദിവസവും വെഞ്ചിരിച്ച ഒലിവ് ഓയിൽ കയ്യിൽ പറ്റാറുണ്ടായിരുന്നു, തേൻ കുടിക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും ഒരു 9 മാസമായിട്ട് എനിക്കിപ്പോൾ വേദന തന്നെ ഉണ്ടായിരുന്നില്ല. പക്ഷെ തരിപ്പുമില്ല, വേദനയും ഇല്ല. നന്ദി പറഞ്ഞ 7 വർഷമായിട്ടുള്ള കൈത്തരിപ്പാണ്. ഇങ്ങനെ കൈ തരിക്കുക വെറുതെ ഒരു പെട്ടെന്ന് മാറുന്ന അസുഖമല്ല. എഴുതാനൊന്നും പറ്റും, സ്കൂളിൽ പോയി എഴുതാനൊന്നും പറ്റിയിരുന്നില്ല. 5 മിനിറ്റ് കഴിയുമ്പോഴേക്കും തരിപ്പ് ഭയങ്കരമായിട്ടോ. ഇതൊരു ഭയങ്കര പേടിയാണത് കണ്ടോ. അതാണ് ഇപ്പോൾ മാറിപ്പോയത് കേട്ടോ. മനസ്സിലായി. 7 വർഷമായിട്ടുള്ള രോഗം അത്ഭുത ജപമാല കണ്ടപ്പോൾ പല പ്രാവശ്യം അച്ഛങ്ങൾ വിളിച്ച് പറഞ്ഞു, മാറിപ്പോയത് പോലും അറിഞ്ഞില്ല. പിന്നീട് വീണ്ടും ഇത് വന്നപ്പോൾ ഓർമ്മ വന്നത്, ദൈവമേ എത്ര കാലമായിട്ട് എനിക്ക് ഇതില്ലല്ലോ എന്നൊരു ഓർമ്മ വന്നു. അതൊന്ന് ഓർമ്മപ്പെടുത്തിയതാണ് സാക്ഷ്യപ്പെടുത്താൻ വേണ്ടിയിട്ട്. പ്രൈസ് ദി ലോർഡ്. പിന്നെ വീടിൻ്റെ ചുറ്റും നച്ചൻ, എലി, മരപ്പട്ടിയുടെ ശല്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വെഞ്ചിരിച്ച ഉപ്പ് വെതറി വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചിരുന്നു. ഇപ്പോൾ അതിൻ്റെ ശല്യമില്ല. അതോടൊപ്പം തന്നെ വീടിൻ്റെ അകത്ത് ഉറുമ്പുകളുടെ ശല്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഡിസംബറിൽ ഇവിടെ വരുമ്പോൾ ഒരു കുപ്പിയിൽ കുറച്ച് ഉറുമ്പിനെ കൊണ്ടുവന്ന് ഇവിടെ കുരിശിൻ ചോട്ടിൽ സമർപ്പിച്ചിട്ടാണ് പോയത്. വീട്ടിൽ തിരിച്ചെത്തുമ്പോഴേക്കും വീടിൻ്റെ ഉള്ളിലൊക്കെ ഈ ഉറുമ്പുകൾക്ക് ചത്ത് കിടക്കുന്നതാണ് കണ്ടത്. അപ്പോൾ ഞാൻ സാക്ഷ്യപ്പെടുത്താമെന്ന് കരുതി, ജനുവരിയിൽ സാക്ഷ്യപ്പെടുത്താമെന്ന് കരുതി. പിന്നെ ഞാൻ പറയാതെ പോയി. അപ്പോൾ കഴിഞ്ഞ ദിവസം വീണ്ടും ഈ ഉറുമ്പുകൾ വന്നപ്പോൾ ഞാൻ തമ്പുരാനോട് പറഞ്ഞു, ഞാൻ സാക്ഷ്യപ്പെടുത്താൻ കർത്താവേ സോറി, മാപ്പ് തരണേന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വീണ്ടും സാക്ഷ്യപ്പെടുത്താൻ വന്നത്. പിന്നെ കോവിഡ് 2021 എനിക്ക് കോവിഡ് വന്നതാണ്. കോവിഡ് വന്നതിന് ശേഷം എൻ്റെ നാവിൽ എനിക്ക് എരിവൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. ഭയങ്കര ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ ഞാൻ വേഗം ഒരു ഉരുള ചോറുണ്ടിട്ട് വേഗം പോയിട്ട് വായ കഴുകും, കാരണം അത്രയും നീറ്റായിരുന്നു വായ. ഇപ്പോൾ ഒരു കൊല്ലമായിട്ട് ഇപ്പോൾ എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. എല്ലാ ദിവസവും വെഞ്ചിരിച്ച തേൻ കഴിക്കുന്നുണ്ട്. അതിൻ്റെ ഫലമായിട്ട് ഇപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നം എനിക്കില്ല. യേശുവേ നന്ദി. നന്ദി പറയാൻ കണ്ടോ. ഭൂതോച്ചാരണ വസ്തുക്കളിലൂടെ കിട്ടുന്ന അനുഗ്രഹങ്ങളാണ്.